നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന FC ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ലാ ലീഗ എൽ ക്ലാസിക്കോ പോരാട്ടത്തിലെ റഫറിങ്ങിനെ കുറിച്ച് വലിയ രൂപത്തിൽ വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. നമുക്കറിയാം, റഫറി ഹെർണാണ്ടസിൻ്റെ പല തീരുമാനങ്ങളും റയലിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ് ബാഴ്സ ആരാധകരുടെ ആരോപണം. പലപ്പോഴും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്ന് സംശയിക്കാവുന്നതുമാണ്. നമ്മളതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാഴ്സലോണയുടെ താരം ഗാവി ഈ കളിക്ക് ശേഷം റഫറിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, എല്ലാവരും കളി കണ്ടതല്ലേ, ഇനി ഞാൻ എന്തിന് കൂടുതൽ പറയണം, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്നായിരുന്നു ഗാവിയുടെ മറുപടി. അത് റഫറിങ്ങുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത് കുറച്ചുകൂടി ഗൗരവതരമായ സംഭവ വികാസമാണ്. FC ബാഴ്സലോണയുടെ ഗോള് ഡിസ്ലവ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഫെർമിൻ്റെ ഗോള് അത് ഹാൻഡ്ബോളാണെന്ന് കണ്ടെത്തി ഡിസലവ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ കളി ബാഴ്സ അപ്പം തന്നെ തീർത്തു. അവസാന ഘട്ടത്തിലാണ് സംഗതി. ഏതായാലും ആ ഗോൾ ഡിസലവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഹാൻഡ്ബോളാണ് എന്ന് കണ്ടെത്തിയപ്പോൾ വാർ റൂമിലിരിക്കുന്ന ഒരാൾ ഓ ഓ ഗുഡ്നസ്, ദൈവത്തിന് നന്ദി പറയുന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. താങ്ക് ഗുഡ്നസ് എന്ന രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഒരു ആശ്വാസവാചകമാണത്. താങ്ക് ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ താങ്ക് ഗുഡ്നസ്, ഒരാശ്വാസം. അത് ഗോളല്ലല്ലോ എന്നുള്ള ആശ്വാസം. ബാർ റൂമിലിരിക്കുന്നയാൾ റയൽ രക്ഷപ്പെട്ടല്ലോ എന്ന രൂപത്തിൽ പ്രതികരിച്ചു എന്നാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. ലാ ലീഗ പ്രസിദ്ധീകരിച്ച വാർ ഓഡിയോയിൽ ഇത് വ്യക്തമായി കേൾക്കാൻ പറ്റും. യുവാൻ മാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റ് യുവാൻ മാർട്ടി പ്രതികരിച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഫ്രം ദി വാർ റൂം ദേ സേ താങ്ക് ഗുഡ്നസ്. അത് ഫെർമിൻ്റെ ഗോൾ റിവ്യൂ ചെയ്യുമ്പോഴാണ് അങ്ങനെ പ്രതികരിക്കുന്നത്. ഹാൻഡ്ബോളാണ്, അവിടെ ബാഴ്സ പ്ലെയറുടെ ഹാൻഡ്ബോൾ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് അവരിങ്ങനെ ആശ്വാസവാക്ക് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. ബാഴ്സ ഷുഡ് ഡിമാൻഡ് എക്സ്പ്ലനേഷൻ. ബാഴ്സ ഇതിന് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഇവാൻ മാർട്ടി പറയുന്നു. ബാഴ്സലോണ ഇതിന് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതുണ്ട് എന്ന തരത്തിൽ മറ്റ് എക്സ്പെർട്ടുകളും പറയുന്നു. ഏതായാലും ഇതൊക്കെ കളി മുന്നോട്ട് പോകുമ്പോൾ അത് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ, അതിനെ കൺട്രോൾ ചെയ്യുന്നവർ, അതിൻ്റെ ആർബിട്രേഷൻ നടത്തുന്നവർ നിഷ്പക്ഷരല്ലെങ്കിൽ കളിയുടെ ആത്മാവ് തന്നെ ചോർന്നു പോകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.